വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മളുടെ സ്വന്തം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ ഒരു പുതിയൊരു കിടിലെ വീഡിയോയിലാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾ അപ്പോഴെന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും വന്നേക്കുന്നത്. നമ്മളെന്തായാലും കുറേ നാളുകളിലൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് നമ്മുടെ വെബ് സീരീസ് വീഡിയോകളിലൊക്കെ ചെയ്തിട്ട്. ഓക്കെ, നമ്മളെന്തായാലും കുറേ നാളുകളിലൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് നമ്മുടെ ഈ ഒരു വെബ് സീരീസ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്തിട്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് കേസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കുന്നത്. വെബ് സീരീസ് എപ്പിസോഡ് പാർട്ട് എത്രയാണോ അതെനിക്ക് അറിഞ്ഞൂടെ, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, നമ്മൾ കുറേ നാൾ ഏതാണ്ട് എൻ്റെ ഊഹത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1 മാസത്തോളം ആവാറായിട്ടുണ്ട് നമ്മൾ വെബ് സീരീസ് വീഡിയോ ഇട്ടിട്ട്. ഓക്കെ, അവസാനത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റീലിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മുടെ വെബ് സീരീസ് വീഡിയോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്റ്റോറീസിൻ്റെ വീഡിയോ ആയിരുന്നു. സ്റ്റണ്ട് റൈസിൻ്റെ വീഡിയോ എന്തൊക്കെയോ 2-3 ഇട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്തായാലും സ്റ്റോറീസ് വീഡിയോസുകളൊക്കെ ഏകദേശം 2-3 മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമ്മൾ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കാണെന്നാലും ഇഷ്ടം പോലെ വെബ് സീരീസ് വീഡിയോകളൊക്കെ എന്തായാലും ചെയ്യണം, അതിനാണ്. ഓക്കെ, വെബ് സീരീസ് വീഡിയോ ഇപ്പോൾ വളരെ കുറവാണ് സത്യത്തിൽ. നമ്മളിപ്പോൾ വെബ് സീരീസ് വീഡിയോ കണ്ടിന്യൂ ചെയ്തിരുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ എപ്പിസോഡുകളൊക്കെ ചിലപ്പോൾ 40 ഒക്കെ അടിക്കാനായിട്ട് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. 40. ഓക്കെ, അത്രയൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ചില നമ്മളിപ്പോൾ കുറേ സ്റ്റോറി വീഡിയോസുകളൊക്കെ ഇട്ട് അവിടെ പെന്നി വൈസിൻ്റെ അല്ലാത്ത സ്റ്റോറി വീഡിയോ, നമ്മുടെ പുവർ ബോയ് റിച്ച് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇട്ടില്ലേ സ്റ്റണ്ട് റൈസ്, അതെല്ലാം കൂടെ കൂട്ടി ഏകദേശം കുറേ വീഡിയോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ് സീരീസ് വീഡിയോ നമ്മളിനി കുറേ നമ്മളെന്തായാലും ഇടുന്നതാണ്. നമ്മുടെ അതിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റോറി ഇടുന്നതാണ്, പിന്നെ വേറെയും ഗെയിംസ് നമ്മൾ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ അവരോട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ പറയാം. പിന്നെ അവരോട് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യാനായിട്ട് പറയണം. ഇന്നത്തെ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2K ആണ്. ഓക്കെ, കൂടിപ്പോയാലും ഒരു പ്രശ്നവും തന്നെ എന്തായാലും ഇല്ല. മാക്സിമം കേസ് പ്ലീസ് നിങ്ങളെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ വ്യൂ ടാർഗറ്റും കൂട്ടണം കേസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് പറയുകയൊക്കെ ചെയ്യും, പക്ഷേ കിട്ടണ വ്യൂ ഉണ്ടാ ഞാൻ തന്നെ ബോധം കിട്ടും കേസ്. ഓക്കെ, അത് കുഴപ്പമില്ല. എന്തായാലും വ്യൂകളൊക്കെ നല്ല രീതിക്ക് വേണം. എന്തായാലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗായ്സ് ഞാനങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഞാനിന്നൊരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ, രാവിലെ തന്നെ എണീറ്റ് പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ പോയി ചായ കുടിക്കായിരുന്നു. ഓക്കെ, ചായ കുടിച്ച് എണീറ്റുണ്ട്. രാവിലെ എണീറ്റ് പുഷപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുള്ള് ഫിറ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇന്നാണെങ്കിൽ കമ്പനിയിലോ കാര്യങ്ങളൊന്നും തന്നെ പോകണ്ട. നമ്മുടെ അച്ഛൻ്റെ ഫെറാറി ഇവിടെ കിടപ്പുണ്ട്, അച്ഛൻ്റെ ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട്, അച്ഛൻ്റെ എല്ലാ ബൈക്ക് സൈക്കിളും ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ എൻ്റെ വണ്ടികൾ കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്തായാലും ബാക്കി GTR അങ്ങനത്തെ എല്ലാ വണ്ടികളും ഞാൻ ഗറാജിൽ കൊണ്ടിട്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ബാക്കിയുള്ള ബൈക്കുകളെല്ലാം കൊണ്ട് ചെന്നത് നമ്മുടെ സ്പ്ലെൻഡറും സൈക്കിള് വേറെ എടുത്തു. ഓക്കെ, സ്പ്ലെൻഡർ അതേസൊക്കെ അല്ലെങ്കിൽ വണ്ടി ചീത്തയായി പോകും. ഓക്കെ, ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അവസാനമായിട്ട് ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റീലിംഗ് വീഡിയോ ആണ്. അതിലാണെങ്കിൽ കുറേ വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട്, 5 വണ്ടികളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ചാൽ ആ ഒരു ബുഗാട്ടിയുടെ ആ ഒരു ഗ്രീൻ കളർ വണ്ടി, പിന്നെ ഈ ഒരു കൊനിക്സണും പിന്നെ ഈ ഒരു മസ്താങ്ങാണ്. ഓക്കെ, പക്ഷെ അതിൽ ഞാൻ ഒരു ബുഗാട്ടി കാറിലൊക്കെ പിന്നെ പുതിയത് പറഞ്ഞാൽ വാങ്ങാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു മസ്താങ്ങും പിന്നെ കൊനിക്സണും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഇതാണ് കൊനിക്സണും കാറിലൊക്കെ ഒരു സീൻ വണ്ടിയാണ്. ഓക്കെ, കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കൊനിക്സൺ ആണെങ്കിൽ ബുഗാട്ടി നൈസ് വണ്ടിയായിരുന്നു, നല്ല കിടിലൻ കളറായിരുന്നു, പച്ച കളറാണ്. ഓക്കെ, കിടിലൻ വണ്ടി വെച്ചാൽ സീന് വണ്ടിയായിരുന്നു, കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. ഓക്കെ, പക്ഷെ അധികം എടുത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടികളൊക്കെ ഒന്ന് എടുത്തു നോക്കാം. എൻ്റെ മോനെ സീന് വണ്ടിയാണ്, മസ്താങ് GT ആണ്. എൻ്റെ ആകുമ്പോൾ ഏതാ റേഞ്ച്, കിടിലൻ വണ്ടി എന്ന് വെച്ചാൽ കിടിലൻ വണ്ടികളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ മസ്താങ് കാറിലൊക്കെയാണ്. നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ നൈസായിട്ട് എന്നാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്ത് വയ്ക്കുകയൊക്കെ. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാൻ കുറേ ദിവസമൊക്കെ നമ്മുടെ വീടുകളൊക്കെ ഫുൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ നമ്മൾ ആ വീട്ടിൽ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലാതെ താമസിക്കത്തുള്ളൂ. ഓക്കെ, കൂടിപ്പോയ 1 വർഷമൊക്കെ. ഓക്കെ, നമ്മൾ പുതിയ വീടുകളൊക്കെ അടുത്ത് വാങ്ങുന്നതാണ്. ഓക്കെ, നമ്മുടെ ആ വീട്ടിലും വലുതായിട്ട് സ്ഥലമൊന്നുമില്ല. ഓക്കെ, വണ്ടിയൊക്കെ ഇടാനായിട്ട് ഇച്ചിരി പാടാണ്. വലിയൊരു വീട് വേണം. ഓക്കെ, ഈ വീടിന് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. ഓക്കെ, ബാക്കിലോട്ട് വേണം നമ്മുടെ താറുണ്ട്, പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്. ഓക്കെ,
സ്വിഫ്റ്റിന് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കോർപ്പിയോ അന്ന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടേ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കയറിയതാണ്, വണ്ടി സ്റ്റാർട്ടാക്കിയൊന്നുമല്ലോ. ഓക്കെ, ബാറ്ററിക്ക് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടോ തോന്നി വണ്ടിക്ക്. പക്ഷെ ഫുള്ള് ക്ലീനായിട്ട് കിടക്കുകയാണ്. ഞാൻ വണ്ടി അനക്കിയിട്ടേ ഇല്ല. ഓക്കെ, ഇതേപോലെ തന്നെ അങ്ങ് വെയിലത്ത് കിടക്കുകയാണ്. ഓക്കെ, വലിയ വെയിൽ അടിക്കത്തില്ല അവിടെ. ഓക്കെ, എന്നാലും വണ്ടി വെയിലത്ത് കിടക്കുകയാണ്. ഓക്കെ, ബാറ്ററിക്ക് എന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഓക്കെ, അതാണ്. ഓക്കെ, ഇതൊരു അങ്കിളിൻ്റെ വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഫോർച്യൂണർ അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലെജൻഡറാണിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് കിടക്കണം. ഇപ്പോൾ വണ്ടി ഏകദേശം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം ആവാറായിട്ടുണ്ട്. 2 മാസം ഇനി ആവാൻ കുറച്ചുകൂടെ ദിവസങ്ങളുണ്ട്. ഓക്കെ, കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും വീടിൻ്റെ അകത്തെ കുറച്ച് നേരം TV കാണാം. ഇത് ആരാണ് വിളിക്കുന്നത്? ലെസ്റ്ററോ? ഓക്കെ, നമ്മുടെ ലെസ്റ്ററും കേരളക്കാണ് വിളിക്കുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഫോൺ എടുത്ത് നോക്കാം. എന്താ ലെസ്റ്ററെ, എന്താടാ നീ വിളിച്ചാ? എടാ CJ, നീ ഇപ്പോൾ വീട്ടിലാണോ? എടാ നീ പെട്ടെന്നൊന്ന് ഏതാണ് നമ്മുടെ ഞാൻ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റില്ലേ, ആ ഒരു ഫ്ലാറ്റിൻ്റെ അടിയിലുള്ള എൻ്റെ സീക്രട്ട് ബേസ് ഇല്ലേ, അവിടെ നീ പെട്ടെന്ന് ഓടി വാ. ഒരു അർജൻറ്റായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് വരാടാ. ഒരു മിനിറ്റ് വെയിറ്റ്, ഒരു സെക്കൻഡേ. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ലെസ്റ്ററിനൊക്കെ നമ്മൾ എന്തിനോ വിളിച്ച്, എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു വീട്ടിൽ അർജൻറ്റായിട്ട് അങ്ങ് വരാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റേ ഓടിപ്പോയാന്ന് മറ്റേ റേസർ, എന്നാൽ അവൻ്റെ അന്ത്യം അത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തോടെ അവൻ്റെ സ്റ്റോറി ഇവിടെ വെച്ച് എൻ്റെ ആക്കും. ഓക്കെ ഗേസ്, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വണ്ടി പതുക്കെ എടുക്കാം. ഓക്കെ, നമ്മുടെ പുതിയ വണ്ടികളൊക്കെയാണ്. ഓക്കെ, നമ്മൾ അടിച്ചു മാറ്റിയ വണ്ടിയാണ്, സ്വന്തം വണ്ടി എന്നല്ല. ഓക്കെ, വല്ലവൻ്റെ വണ്ടിയാണ്. വല്ലവൻ്റെ വണ്ടി അടിച്ചു മാറ്റി എന്ത് സുഖമാണല്ലേ ഗൈസ്, സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇത് എടുത്തുകൊണ്ട് പോകാനാണ് ഭയങ്കര ടഫ്. ഓക്കെ, ഭയങ്കര ചെറിയൊരിതാണ് നമ്മുടെ വീടിൻ്റെ ഇതൊക്കെ. നമ്മുടെ മെയിൻ വീടായിരുന്നു, നമുക്ക് ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോയായിരുന്നു. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ സ്വന്തം വീടല്ല. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ വീടാണ്. ഓക്കെ, എന്നാലും എൻ്റെ വീടൊക്കെ തന്നെ. ഓക്കെ, ഞാൻ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വീട്. ഓക്കെ, എടുക്കാൻ ഇച്ചിരി ടഫാണ്. ഓക്കെ, അടിപൊളി. വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ ഊരിപ്പോയി, എന്ത് കഷ്ടമാണ് ഗൈസ്. ഓക്കെ, എനിക്കറിഞ്ഞൂടെ ഈ വണ്ടി ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഓക്കെ, എന്ത് പറയാനാണ് ഞാൻ. ഇനി എൻ്റെ ബമ്പർ മാറ്റണമല്ലോ, പക്ഷെ എന്ത് കഷ്ടമാണ്. കാര്യം ചെയ്യുന്ന സമയം വേറെ വല്ല വണ്ടി എടുത്തോണ്ട് എൻ്റെ ബമ്പർ ഇളകിപ്പോയി. ഓക്കെ, വെയിറ്റ്, വണ്ടി എടുക്കാൻ പറ്റുമെന്തോ, അവിടെ കിടക്കട്ടെ. എന്ത് കഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങും അപ്പം തന്നെ പണി തരും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് താറെടുക്കാം. ഓക്കെ, വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ വീടിൻ്റെ മെയിൻ കുഴപ്പം വണ്ടി ഇറക്കാനാണ്. ഓക്കെ, അല്ലാതെ ഈ വീട് എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ബമ്പറിന് ശരിയാക്കണം. ഓക്കെ, അതിൻ്റെ പൈസേനെ കുറേ ഇപ്പോൾ. ഓക്കെ, പൈസയുടെ പ്രശ്നം. ഓക്കെ, ശരിയാക്കണ്ട, അതുകൊണ്ടാണ്. ഓക്കെ, അത് മെനക്കേട്. ഓക്കെ, ഇതും ഇറക്കാൻ വലിയ പാട് തന്നെയാണ് ഡേ. ഓക്കെ, എന്നാലും ഇത് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ട വണ്ടിയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ മറ്റേ മസ്താങ്ങിൻ്റെ ഒരു ബമ്പർ ഇളകിപ്പോയി, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ശരിയാക്കും. ഓക്കെ, രാവിലെ ഒരു നല്ല കാര്യത്തിന് എന്തോ ലെസ്റ്റർ അർജൻറ്റായിട്ട് വിളിച്ചപ്പം തന്നെ ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ചപ്പോൾ എന്നെ നമ്മുടെ മസ്താങ്ക് സമ്മതിക്കില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ടോ നമുക്ക് എന്തായാലും പോകാം. ഓക്കെ, ഫ്ലാറ്റിൻ്റെ അടിയിലായിട്ടാണ് അവർ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്നാലും അങ്ങോട്ട് എന്നാലും പോവാം. ഓക്കെ, അയ്യോ ഇതോ ഇടിച്ച്, നല്ല കാര്യം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി ഗായ്സ് നമ്മളെന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിൽ കണക്കെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഇത് ഏത് വണ്ടി? ഇത് നമ്മുടെ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ അല്ലേ? അല്ല ഗായ്സ്, ഇതാര് വണ്ടി? എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും ലെസ്റ്ററിൻ്റെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഓക്കെ, ലെസ്റ്ററിൻ്റെ ആവാതല്ല വേറെ വണ്ടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, മിക്കവാറും ഇത് ലെസ്റ്ററിൻ്റെ ആയിരിക്കും. എന്തായാലും നൈസ് വണ്ടി ആയിട്ടുണ്ട്. ഓക്കെ, ഒരു റൗണ്ട് ഓടിക്കാൻ തരുമോ? ലെസ്റ്ററിന് എവിടെയാണോ എന്തൊക്കെ, ലെസ്റ്റർ എവിടെയാണോ എന്തൊക്കെ. എടാ ലെസ്റ്ററേ, എവിടെടാ നീ? ലെസ്റ്ററേ, എടാ CJ ഇങ്ങ് പോടോ, ഞാൻ എവിടെ വയ്ക്കണേ? ഇനി എടാ നീ എവിടെ ഇടക്കാ പോയേക്കണേ? എടാ ഒരു അർജൻറ്റ് കാര്യം പറയാനുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങി നിന്നോ. നീ ഒന്ന് ഓടി വാടോ, എനിക്ക് അങ്ങോട്ട് നടന്നേരം വയ്യ. നിനക്ക് നടന്നു എന്തിയോടെ? ഇവിടെ ഒന്ന് പോടാ, അർജൻറ്റ് കാര്യോടാ. എന്ത് പറഞ്ഞു തോല. എടാ ഇത് ഇച്ചിരി നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എടാ അന്നാണെങ്കിൽ മറ്റേ ഏതാണ് റേസറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
ഏതാണ് നിന്നെ ആണെങ്കിൽ കൊല്ലാനായിട്ട് നോക്കിയല്ലോ. ആ ഇപ്പം നിന്നെ കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ തന്നാണെങ്കിൽ നിൻ്റെ ആ ഒരു കമ്പനിയുടെ വെളിയിലാണെങ്കിൽ ഒരു CCTV ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ആ ആ ഒരു CCTVയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീംസ് പിന്നെ ഞാനും എല്ലാവരും കൂടെ ഹാക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നല്ല വ്യക്തമായിട്ട് അവൻ നിന്നെ കൊല്ലണ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? എടാ അവനാണെങ്കിൽ നിൻ്റെ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണ വിഷ്വൽസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ. എന്നാൽ അതൊന്ന് കാണിച്ചു തരുമോ എനിക്ക്? ഓ വാ അകത്ത് വാ. ആ നീയും വാ. അല്ല എടാ ലെസ്റ്റർ, അവിടെ ഒരു ഡിഫൻഡർ കിടക്കുന്നത് ആരത്? ഓ അതെൻ്റെ പുതിയ വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടാ? ഓടാ എനിക്ക് അതേപോലത്തെ വണ്ടി ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ അത് കുഴപ്പമില്ല, നീ എപ്പോഴെങ്കിലും വാങ്ങിച്ചാൽ മതി. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാ? ഓ പിന്നെ അല്ലാതെ ഡിഫൻഡർ കിടില വണ്ടിയല്ലേ. താങ്കൾ എന്തൊക്കെയാണ് പറയണതാണ് ലെസ്റ്റർ? കിടില വണ്ടിയല്ലേ ഡിഫൻഡർ. നല്ല ഇഷ്ടപ്പെട്ടേടാ നിൻ്റെ വണ്ടി, കാണാൻ നല്ല രസമുണ്ട്. അതെ, എനിക്കാണെങ്കിൽ നീ ഒരു സഹായം ചെയ്തു തരുമോ? പിന്നെ എപ്പോഴാണെങ്കിലും എനിക്ക് ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റി തരുമോ? അതെന്ത് ഈ കളറിന് കുഴപ്പം? എനിക്ക് എനിക്ക് ഈ വണ്ടിയിൽ ഒരു പച്ച കളർ അടിക്കണമെന്നൊരാഗ്രഹം. പച്ചയാ ഈ വണ്ടിയിലാ? ആ ശരി, ഞാൻ അടിച്ചു തരാം. പൈസ ഒക്കെ ഞാൻ തരാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അടിച്ചു തരാം. കുഴപ്പമില്ല, നീ എൻ്റെ ഫ്രണ്ട് ആണല്ലോ. കുഴപ്പമില്ല, ഞാൻ തരാടാ. സാറില്ല എനിക്ക് പൈസ ഒന്നും വേണ്ട. ഞാൻ വണ്ടിയെല്ലാം അടിപൊളിയായിട്ട് പച്ച കളർ പെയിൻ്റ് അടിച്ചു തരാം. സാരമില്ല. എന്നാൽ ശരി. നീ അകത്ത് വാ, നമുക്ക് മറ്റേ CCTVയുടെ വിഷ്വൽസ് കാണാം. ശരി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ലെസ്റ്റർ കാര്യങ്ങളൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റേസറിങ്ങനൊക്കെ നമ്മളെ കൊല്ലാനായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് CCTV. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് കണ്ടെന്നാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്നാലും ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്തായാലും കണ്ടെന്നാലും നോക്കാം. ഓക്കെ, ലെസ്റ്ററിൻ്റെ PC-യിലും കാര്യങ്ങളും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ആ ഒരു വിഷ്വൽസ് കാണാൻ കണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു CCTVയുടെ ആ ഒരു വിഷ്വൽസ് കാണാം. കാരണം നമ്മളെന്തായാലും കൊല്ലാനായിട്ട് നോക്കി. ഇവൻ വലിയൊരു പ്ലാന് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇവൻ നമ്മളെ കൊല്ലാനായിട്ടുള്ള വലിയൊരു ഇതാണ് ചെയ്തതാണ്. അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി സത്യത്തിൽ. അവൻ വണ്ടിയുടെ ബ്രേക്ക് നല്ല രീതിക്ക് കട്ടിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു അവിടെ ഫോർച്യൂണറിൻ്റെ. ഓക്കെ, ഇനി എന്തായാലും അവനെ വെറുതെ വെച്ചിട്ട് സത്യത്തിൽ ഒരു കാര്യം തന്നെ എന്തായാലും ഇല്ല. ഓക്കെ നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ കീങ്ങളൊക്കെ അങ്ങനെ നൈസായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, വണ്ടി നൈസായിട്ട് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുന്നില്ല. ഇവനെ പോലത്തേക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടിയില്ല. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് നമ്മുടെ ലെസ്റ്റർ ഒന്ന് പറയാണ്. പക്ഷേ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ഒരു ഇഷ്ടമല്ല. ഓക്കെ, എന്നുവെച്ചാൽ ഇവനെ ഇപ്പം തന്നെ അങ്ങ് തീർത്താളാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട റേസിന് ജയിച്ചെടുത്ത വണ്ടിയാണ് ആ ഫോർച്യൂണർ. ഓക്കെ, അത് പറയേണ്ട ആവശ്യമില്ല. അവന് വണ്ടി ഓടിക്കാനും തന്നെ അറിയണം. ആ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് അവൻ തിരിച്ച് പ്രതികാരം ചെയ്താണ്. ഓക്കെ, എനിക്ക് അവനെ കൊല്ലേണ്ട ദേഷ്യമുണ്ട്, പക്ഷേ ഞാൻ ചെയ്യണില്ല. എന്താണെന്ന് കേസ്. ഓക്കെ, അവൻ്റെ കൂടെ ഞാനാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കണമെന്ന് നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും തിരിച്ചെന്നാലും ഈ വണ്ടിയും കൊണ്ടെന്നാലും പോവാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനിക്കാം. അടിച്ചടിച്ച് അവൻ്റെ ബോധം കെടുത്തി അവനെ ഒരു പരിവാക്കും. എന്നിട്ട് എന്തിനാണിത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. എനിക്ക് നല്ല ദേഷ്യമുണ്ട് അവൻ്റെ കൂടെ. നല്ല ദേഷ്യമുണ്ട്. അവനെ കൊല്ലാനുള്ള ദേഷ്യം വരെ ഉണ്ട്. ഞാൻ അത് ചെയ്യണില്ല ഞാൻ ചില. ഓക്കെ, വേണ്ട കേസ്. ഓക്കെ, അവനെ കൊല്ലേന്ന് വേണ്ട. ഓക്കെ,
അവനെ ഇപ്പം തന്നെ അങ്ങ് ഇതാക്കി കളയാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ഒന്നും നോക്കല്ല, അവനെ എടുത്തിട്ട് ഇടിക്കാനായിട്ട് ഞാൻ പോവാണ്. ഓക്കെ, ഒന്നും നോക്കല്ല, അടിച്ചവൻ്റെ ബോധം കളയാനായിട്ട് പോവുകയാണ്. ഓക്കെ, ചുമ്മാ ഒരു കാര്യമില്ലാതാണ് നമ്മൾ അവൻ ആക്സിഡൻറ്റിൽ പെടുത്തി കൊല്ലാനായിട്ട് നോക്കിയത്. ഓക്കെ, ഇത്ര അടിപൊളി ഒരു വണ്ടിയായിരുന്നു അവൻ്റെ ആ ഒരു വണ്ടി. ഓക്കെ, ആ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ. ഓക്കെ, അത് അവൻ്റെ കാറല്ല, അത് എൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് റേസ് കളിച്ചെടുത്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ നൈസാണ് കേട്ടോ, ലെസ്റ്ററിൻ്റെ ഒരു ഡിഫൻഡറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കളർ മാറ്റണമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയുടെ കളറും കൂടെ ഒന്ന് പോയി എന്തായാലും മാറ്റാം. ഓക്കെ, പാവം കേസ് ലെസ്റ്റർ എന്തായാലും ഒന്ന് ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതെന്തായാലും സർവീസ് സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് എന്തായാലും പോവാണ്. ഓക്കെ, സർവീസ് സെൻറ്ററല്ലേ, ഇവിടെ തന്നെ ഒരു ഇങ്ങനെ വണ്ടി കളറൊക്കെ മാറ്റണം, മോഡിഫൈ ചെയ്യണ ഒരു ഷോപ്പുണ്ട്. ഓക്കെ, അവിടെ കൊടുത്ത് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തൊക്കെ എന്തായാലും എടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് പെയിൻറ്റ് അടിക്കുക, വേറെ പരിപാടികളൊന്നും തന്നെ ചെയ്യേണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയാൽ മതി എന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഏതാണ് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കംപ്ലീറ്റിൽ എന്തായാലും ഞാൻ എന്തായാലും കുറേ നേരം ഒന്ന് മാറ്റിയിട്ട് എന്തായാലും ഞാൻ എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ് ഫൈനലി ഗായ്സ് നമ്മളുടെ ലെസ്റ്ററിൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കുറച്ച് പണികൾ ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഓവറായിട്ടൊന്നും മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, കുറച്ച് സംഭവങ്ങളെ ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. വണ്ടിയുടെ എഞ്ചിനിൽ ഇച്ചിരി ട്യൂണിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ ആയിട്ട് എന്തായാലും ഉണ്ട്, ഏകദേശം 2 crore കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. ബാക്കി 1 million ആയില്ല. ഓക്കെ, 1 million ആയാലും എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. അത് മാത്രമല്ല ലെസ്റ്റർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. ഓക്കെ ഇവിടെ ഇപ്പോൾ വണ്ടിയുടെ കളറൊക്കെ മാറ്റി ഇവിടെ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രീനുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റേ കളറാണ് അടിപൊളി ലുക്കായിരുന്നു. ഓക്കെ, വെള്ളയും നല്ല അടിപൊളി കളറാണ്, എനിക്ക് മറ്റേ വെള്ളയാണ് കൂടുതൽ എന്തായാലും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, എന്നാലും പക്ഷേ ഈ ഗ്രീൻ അടിച്ചാൽ കുറേ കൂടെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗ്രീനാണ് ഈ വണ്ടിക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ചേർന്നത്. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ ഗ്രീനാണ്. ഈ വണ്ടീനെ വന്നപ്പോൾ ചെറിയൊരു തട്ടിയായിരുന്നു, അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റാക്കി കംപ്ലീറ്റ്ലി ഗ്രീൻ പെയിൻറ്റ് അടിച്ചിരുന്നാലും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്രീന് കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ. ഓക്കെ, എന്തായാലും വണ്ടി നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രീനാണ് കുറച്ചുകൂടെ നൈസ്. ഓക്കെ, എൻ്റെ മോനെ ലെസ്റ്റർ എടുത്ത പുതിയ വണ്ടിയാണ്. ഓക്കെ, നമുക്കും ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ആ റൗണ്ടിൽ ഇട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിഫ്റ്റിങ്ങളൊക്കെ വണ്ടി കൊണ്ട് ചെയ്യാനായിട്ട് പറ്റണുണ്ട്. ഓക്കെ, ഇവിടെയും കൂടെ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റെ നൈസായിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റണ്ടുകളൊക്കെ കാണിക്കണമെങ്കിൽ വണ്ടിയുണ്ട് അടിപൊളിയായിട്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ലെസ്റ്ററിൻ്റെ ബേസിൻ്റെ അടുത്ത് ഇങ്ങളൊക്കെ എത്തിയതാണ്. ഓക്കെ, വണ്ടി കണക്കെ തിരിച്ചെടുക്കുക, ഉള്ള സ്റ്റാൻഡ് കാണിച്ചത്. ഇനി വണ്ടി ഓടിച്ചോടിച്ച് മറിച്ചിട്ടാൽ ലെസ്റ്റർ നമ്മൾ എടുത്തിട്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് നല്ല വേണമെങ്കിൽ ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടികളൊക്കെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യുക. എൻ്റെ ആകുമ്പോൾ ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങ് മറിഞ്ഞൊക്കെ പോണ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യണം. വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, വണ്ടിയുടെ സൈഡൊക്കെ പോകും. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി എടുത്തെടുത്ത് പോലെ തന്നെ തിരിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് കളറും മേലൊക്കെ മാറ്റിയിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഗ്രീൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ പൈസ വെച്ചൊക്കെ കുറച്ച് പണികളും ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഇട്ടിരിക്കുക. ഓക്കെ, നമുക്കിനി ലെസ്റ്ററിനോട് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും സംസാരിക്കണം. ഓക്കെ, എന്തായാലും എനിക്ക് വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ വിളിച്ച് കാണിക്കും. ഓക്കെ, നമുക്ക് അവൻ്റെ കൂടെ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിക്കും. ഓക്കെ, മറ്റവൻ എവിടെയാണ് എന്തോ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇനി അവനെയും കൂടെ എന്തായാലും ഒന്ന് അവൻ്റെ കൂടെ ഒന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, എടോ റേസറെ, തനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന? താനിപ്പോൾ ഈ കിടന്ന് അനുഭവിക്കണ എൻ്റെ ഇത് കൊണ്ടാണ്. ഓക്കെ, തനിക്ക് വല്ല ആവശ്യമുണ്ടോ? തനിക്ക് എന്തിൻ്റെ കേട്ടറാണ്? എന്നെ മര്യാദയ്ക്ക് കൊല്ലാതെ വിട്ടിരുന്നെങ്കിൽ തനിക്ക് നല്ല സുഖമായിട്ട് ഇപ്പോൾ കിടന്ന് ജീവിക്കായിരുന്നു. താൻ എന്തിനാണ് എന്നെ കൊല്ലാനായിട്ട് നോക്കിയത്? തനിക്ക് നല്ല ക്യാഷൊക്കെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ റേസ് കളിച്ച് ജയിച്ചുകൊണ്ടാണ് ആ ഒരു വണ്ടിയും കൊണ്ട് ഞാൻ പോയത്, അല്ലെങ്കിൽ എനിക്ക് തൻ്റെ വണ്ടിയൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ നിറയെ വണ്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ തൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയത്. താൻ എന്തോടോ തുറക്കി കയറണോ? തനിക്ക് എന്നെ ഒട്ടും അറിയണോ? ഞാൻ പ്രൊഫഷണലായിട്ടുള്ള റേസറാണ്. ഓ പിന്നെ പ്രൊഫഷണലായിട്ടുള്ളൊരു റേസർ ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടത് വണ്ടിയെ കൊണ്ട് ഇടിച്ച് തന്നെ നശിപ്പിച്ച്. അത് പോട്ടെ, തനിക്ക് ഗിയറിട്ട് നേരെ ഓടിക്കാനും അറിഞ്ഞൂടെ? എടോ താൻ എന്തിനാടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയണോ? കഷ്ടത്തിനാടോ, തനിക്ക് വണ്ടി ഓടിക്കാൻ ഇറങ്ങിയിടല്ലോ. ആരും ഇറങ്ങി?
ഞാൻ നല്ല അടിപൊളിയായിട്ട് ആ ടെറസ് വെച്ച് ഓടിച്ചില്ലേ. എന്നിട്ട് താൻ എനിക്കിട്ട് പണി തന്നില്ല ആ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയത്. കാരണം വെച്ചാൽ താൻ തന്നെയാണ് എന്നെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ആ റേസിനെ വിളിച്ച. എടാ സീജ്, താൻ ചുമ്മാ കിടന്ന് ചാടല്ലോ. എടാ കാർ റേസറെ, താൻ മിണ്ടായിരോ. തനിക്ക് എന്നെ കറക്റ്റായിട്ട് അറിഞ്ഞോ. താൻ ഒന്ന് ലെസ്റ്ററിനോടൊന്ന് ചോദിച്ചോക്കെ എന്നെക്കുറിച്ച്. എടോ താൻ മിണ്ടായിരോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഡിഫൻഡറും താറൊക്കെ അടിച്ച് പൊട്ടിക്കും. ആ ഡിഫൻഡർ ലെസ്റ്ററിനാണ്, ആ അപ്പുറത്തിടക്കുന്ന താറാണ് എൻ്റെത്. എടോ താൻ മിണ്ടായിരോടോ, താൻ ഇനി വാ തുറന്ന് തന്നെ നോക്കിക്കോ. നീ എന്നെ എന്ത് ചെയ്യടോ, മര്യാദയ്ക്കടയില്ല അല്ലെങ്കിൽ എടുത്തിട്ട് ഇടിക്കുക, അത്രേ ഉള്ളൂ. എടോ താൻ എന്തൊക്കെയാടോ പറഞ്ഞ, നീ എന്നെ ഇടിക്കാറ, അതൊക്കെ അത്രേ ഉള്ളൂ. എടോ താൻ എന്നെ എന്തിനോടോ പറഞ്ഞ, മിണ്ടേറാ, തനിക്ക് എന്തിൻ്റെ കേടറോ. താൻ എന്നെ അഭയപ്പെടുത്തി കൊല്ലാൻ നോക്കിയതും പോരാ എന്നെ ചീത്ത വിളിക്കണം. തനിക്ക് എന്തിൻ്റെ കേടറോ. തനിക്ക് വല്ല കുഴപ്പമല്ല ഉണ്ടോ. താൻ വല്ല മെൻ്റലിൻ്റെ ആശുപത്രിയിലും എല്ലാം പോവും. അല്ല പിന്നെ ചുമ്മാ എൻ്റെ തലയിൽ കയറാൻ പറഞ്ഞത്. തനിക്കിവിടെ കുഴപ്പമുണ്ടാ. താൻ അടങ്ങിയിരി. താൻ എന്നെ കൊല്ലാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് തൻ്റെ എല്ലാ വണ്ടികളെടുത്ത് തൻ്റെ വീടും കത്തിച്ച് ഞാൻ തന്നെ ഇവിടെ കൊണ്ടിട്ട്. അല്ലെങ്കിൽ എനിക്ക് തന്നെ എടുക്കേണ്ട ഒരു കാര്യമല്ല. എനിക്കിത് വട്ടല്ലേ കിഡ്നാപ്പ് എല്ലാവരെയും ആൾക്കാരെല്ലാവരെയും. ഡോ തോന്നി ഒന്നും മിണ്ടല്ലേ. ഞാൻ എത്ര നേരമായി തൻ്റെ കൂടെ മിണ്ടായിരിക്കാൻ പറയണേ, എത്ര നേരമായി ഞാൻ മിണ്ടായിരിക്കാൻ പറയണേ. പരീക്ഷ ഞാൻ എടുത്തിട്ട് ഇടിക്കുക, അത്രേ ഉള്ളൂ. അയ്യോ ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇയാളെങ്ങളൊക്കെ ഇവിടെ അടുത്ത് അടിച്ചിട്ടിട്ടുണ്ടോ. ഞാൻ എന്തായാലും ലെസ്റ്ററിനെ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ. ലെസ്റ്റർ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവനെ അവനെ പൂട്ടിയിടുന്ന ഒരു സെല്ലിൻ്റെ കീ നോക്കി ഇവനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു സെല്ല് വരെ നമ്മൾ ചെയ്തു. ഓക്കെ ലെസ്റ്റർ എന്നാൽ വെളിയിലെന്തോ പോയേക്കാണ്. ഓക്കെ ലെസ്റ്റർ വണ്ടി കണ്ടല്ലോ. ഓക്കെ എന്തായാലും ഇയാൾ ഇവിടെ കിടക്കണമെങ്കിൽ ഇയാളൊന്ന് മുകളിൽ കൊണ്ടെന്നാലും ഇട്ടിട്ട് എന്നാലും വരാം. ഓക്കെ എന്നിട്ട് നോക്കണ്ട ലെസ്റ്ററിങ്ങളൊക്കെ എന്നാലും വരണ വരെ എന്നാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫൈനലി എന്നാലും നമ്മുടെ പുറത്തുങ്ങളൊക്കെ പോയി നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ തിരിച്ചു വന്നത്. എടാ ലെസ്റ്ററെ, നീ എവിടെ പോയി കിടക്കാൻ, എത്ര നേരമായിട്ട് ഇവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാലല്ലേ ഞാനാണെങ്കിൽ കുറച്ച് 2-3 പാല് വാങ്ങാൻ പോയതായിരുന്നു. എടാ ഇവിടെ തൊട്ടടുത്ത് കഫേയൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനു സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നണേ. ഞാനൊക്കെ ഇന്ന് രാത്രി KFCയിലൊക്കെ പോയാണ് തിന്നണേ. എടാ അതല്ലടാ, എനിക്ക് 2-3 ചായ കുടിക്കാം. എപ്പോഴും കടയിൽ പോയി കുടിച്ചാൽ മതി, വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കണ്ടേ, അതുകൊണ്ടൊക്കെ. അല്ലെങ്കിൽ ഞാൻ പണ്ട് ചായ അല്ല, ഞാൻ ബിരിയാണി വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ഈ ഹാക്കിംഗ് പണിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്ത. അതുമാത്രമല്ല ഞാൻ കുറേ ഡിഷസൊക്കെ മറന്നുപോയി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എടാ നീ മറ്റേ ഒരു കാർ റേസറിൻ്റെ നീ സംസാരിച്ചായിരുന്നോ. അയാളോടെ ഞാൻ സംസാരിച്ച്. അയാളെന്ത് പറഞ്ഞു. അയാൾ ഭയങ്കര പൊങ്ങച്ചൊക്കെ അടിച്ച് ആകെ സീനാക്കി ആകെ കുളമാക്കി എന്നെ ഒരുമാതിരി ആക്കണേ. അയാൾ എന്നെ കുറേ കുറ്റം പറയും. അവിടെ തിരിച്ച് നല്ല രീതിക്ക് അടിച്ച് ഞാൻ കുറേ ഗണ്ണൊക്കെ എടുത്തിട്ട് ഫയർ ചെയ്ത്. അയാൾ ചത്താ. അങ്ങനെയല്ലടേ, ഞാൻ ആദ്യം ഫുള്ളായിട്ട് അടിച്ച് ഞാൻ ബോധം കെടുത്തത്. എന്നിട്ട് ഞാൻ പിസ്റ്റൾ വെച്ച് 2-3 വെടിയൊക്കെ വെച്ച് കൊടുത്തു. അവിടെ കാലിൻ്റെ സൈഡിലായിട്ടൊക്കെ കുറച്ച് വെടിയുണ്ട കൊണ്ടാലേ അയാൾ മിണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ശല്യം ഉണ്ടാകും. ഞാൻ എന്നിട്ട് അയാളെടുത്തുകൊണ്ട് നേരെ ടെറസിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് ഇവിടെ വല്ലവനും കൊണ്ട പണി പാവളില്ല. അതുകൊണ്ടാണ് നീ നമ്മുടെ മറ്റേ സെല്ലിൽ കൊണ്ടിടാത്തുണ്ട്. ഇവനെയൊക്കെ സെല്ലിട്ട് എന്തിട്ട് കയറാം. മോളാ വെയിലത്ത് പോയി കിടക്കട്ടെ, കുഴപ്പമില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തൊന്നുമില്ല. സൈഡ് ഞാൻ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് എന്നിട്ട് എൻ്റെ കീ എടുത്ത് ഞാൻ നിൻ്റെ ഡിഫൻഡറിൻ്റെ അടിയിൽ ഞാൻ കൊണ്ടിട്ട് അവിടെ അതാരെങ്കിലും കണ്ട ഒരു സംഭവം തുറക്കാൻ നോക്കിയല്ലോ, അവൻ അപ്പം തന്നെ എസ്കേപ്പ് ആവും. അങ്ങനെയൊന്നുമില്ല, അവൻ ഒരിക്കലും എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. അമ്മാതിരി രീതിയിൽ ഞാൻ പൂട്ടിയിട്ടുണ്ട്. എന്നാൽ ശരി, അവൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, അവനെ കൊണ്ട് ഇനി കുറേ പണികളൊക്കെ ഉള്ളതാണ്. അവന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വണ്ടി എവിടെ, അത് നീ എന്തായി. നിൻ്റെ വണ്ടി ഞാൻ സംഭവം ചെയ്തിട്ടുണ്ടടാ അറിയാ. വല്ലയിടത്തും കൊണ്ട് ഇടിച്ചു എൻ്റെ ഡോറൊക്കെ പൊളിച്ചെടുത്താ. അങ്ങനെ അല്ലടാ, ഞാൻ നല്ല സൂപ്പറായിട്ട് ഓടിച്ച്. നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, നീ വാ കാണിച്ചു തരാം. വാടാ സർപ്രൈസ്. അല്ല ഇതെൻ്റെ വണ്ടി തന്നെ. ശരിയാണല്ലോ, KL 2111. ഇതെൻ്റെ വണ്ടി തന്നെ. എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും പിന്നെ നമ്പർ ഇത് തന്നെയാണ്. എടാ നിൻ്റെ വണ്ടിയുടെ നമ്പർ ഭാഗ്യ നമ്പറാണല്ലോ. എൻ്റെ താറിൻ്റെ നമ്പറും ഭാഗ്യ നമ്പർ തന്നെ. ഞാൻ സെറ്റ് ചെയ്തെടുത്താണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അല്ല നീ ഇപ്പം എവിടെ കൊടുത്തടേ വണ്ടിയുടെ കളർ മാറ്റിയ. എടാ നീയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ കളർ മാറ്റി തരുമെന്ന് ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ വണ്ടി എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവും പിന്നെ ചുമ്മാ കുറച്ച് ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ ഒന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് കളറും കൂടെ മാറ്റിയെടുത്തോണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല അടിപൊളി കളറായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ പൈസ തരാം. വേണ്ട നീ എന്നെ വെച്ച് കുഴപ്പമില്ലടാ ലെസ്റ്റർ, വേണ്ട. നിറയെ ഇവിടെ പൈസ തരണേ. പൈസ കൊണ്ടിരിക്കുക വയ്യ. ഞാൻ നിനക്കിപ്പം
കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ് കൊണ്ടുവന്നത്. എടാ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നിനക്കപ്പോൾ വേണ്ടേ പൈസ? ഞാൻ എൻ്റെ കയ്യിൽ നിറയെ പൈസ ഇരിക്കണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നത്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഇരിക്കണം, പൈസ കൊണ്ട് ഇരിക്കാൻ വയ്യ. എടാ നീ ഇതാണെങ്കിലും അക്കൗണ്ടിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി. ശരി, നിനക്ക് വേണ്ടല്ലോ. എനിക്ക് വേണ്ട, എൻ്റെ കയ്യിലും ഉണ്ട്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തോ, കുഴപ്പമില്ല, ഞാൻ വേറെ വാങ്ങിച്ചോളാം, സാരമില്ല. വണ്ടി നീ എവിടെ നിന്ന് എടുത്താ? ഇതൊരു ലക്ഷറി കാറിൻ്റെ ഷോറൂമിൽ നിന്നാണ് എടുത്തത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്കാണെങ്കിൽ തീരെ വിശക്കണേ, നമുക്കെന്തെങ്കിലും കഴിക്കാൻ പോകും. ഞാനാണെങ്കിലല്ലേ, എന്തായാലും ഞാനാണെങ്കിൽ ഇപ്പം ഹാക്കിങ് പണിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഒക്കെ മടിയനായി, ഞാൻ ഒന്നും ഉണ്ടാക്കാതെ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മട്ടനൊക്കെ വാങ്ങിച്ച് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി. മട്ടൻ കറിയും പിന്നെ 5-6 ബറോട്ടയും ഉണ്ടാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് പോയി കഴിക്കാം. എവിടെ ഇരിക്കണത്? എൻ്റെ റൂമിൽ ഇരിക്കണം, നമുക്ക് പോയി കഴിക്കാം. എന്നാൽ ശരി, വാ, ഫ്ലാറ്റിൽ കയറി കഴിക്കാം. ഇന്ന് പൊറോട്ട കഴിച്ചിട്ട് തന്നെ കാര്യം. ഓക്കെ ഗായ്സ്, അപ്പം ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കണതെന്ന് എനിക്ക് ഒരു പിടിയും തന്നെ ഇല്ല ഗായ്സ്. ഓക്കെ, എനിക്കാണെങ്കിൽ ഓട്ടം തന്നെ വയ്യ. ഓക്കെ, ആ CJ എന്ന അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിക്കണ ഒരുത്തണ്ടല്ലോ, ഒരു മുടിയെ CJ, താഴെ നമ്മളെടുത്തിട്ട് അടിച്ച അവനാണെങ്കിൽ നമ്മളെ എടുത്തിട്ട് അടിച്ചൊരു പരുവാക്കി. പിന്നെ വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ, ഒരു ലെസ്റ്റർ എന്നൊരു ഹാക്കർ. അവന് നമ്മളെ എടുത്തിട്ട് ഇടിച്ച്. ഇത്ര നേരം അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുന്ന ഒരു ജയിലായിരുന്നു നമ്മൾ കിടന്നിരുന്നത്. അവിടെ നമുക്ക് തുറക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കഷ്ടമായ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് വെയിലത്താണ് നമുക്ക് നമ്മളെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വെയിൽ കൊണ്ട് ആകെ കരിഞ്ഞൊരു പരിവ്. എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടാകും. ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2 മാസം ആവറൊക്കെ. അവൻ്റെ ഒരു ആക്സിഡൻറ്റ് ഞാനാണ് സത്യത്തിൽ ചെയ്തതല്ലോ. അപ്പം ആ ഒരു ആക്സിഡൻറ്റ് ഞാനാണ് സത്യത്തിൽ വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊക്കെ. സത്യത്തിൽ അവനെ ആക്സിഡൻ്റ് ആക്കി ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഒരു ഫോർച്യൂണറാണ് പോയത്. പക്ഷേ എനിക്ക് ആ വണ്ടി നല്ല ഇഷ്ടമായിരുന്നു. ഓക്കെ, മര്യാദയ്ക്ക് അവനെ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനം. എനിക്ക് ഒട്ടും തന്നെ വയ്യ. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ ഉളുക്കിയൊക്കെ ഇരിക്കണം, നല്ല അടി കിട്ടിയിട്ടുണ്ട് അവൻ്റെ. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ. ഓക്കെ, എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, അല്ലെങ്കിൽ ഇവൻ്റെ അടി കിട്ടി എനിക്ക് ചാവേണ്ടി വരും. ഇത്രയും ദിവസം ജയിലിലായിരുന്നു. ഓക്കെ, ജയിലെന്ന് ഉദ്ദേശം ഇവന്മാർ സെറ്റ് ചെയ്തൊരു ജയിലാണ് എന്നെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവന്മാരെന്നെ ഒരിക്കലും വിടൂലെന്നാണ് പറയണം. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പം ചാടിയ ഓരോരുത്തർ രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചാവും. ഓക്കെ, എന്തെങ്കിലും പരിപാടി ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡോറുകളൊക്കെ ആ ക്ലാപ്പൻ CJ അടച്ചു വെച്ച്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ചാട്ടം ഉണ്ട്. അയ്യോ, ഞാനിതാ താഴെ പോണേ. അമ്മച്ചിയെ, ഇഷ്ടം പോലെ ബ്ലഡ് പോയേക്കണം. അയ്യോ, മോന്തയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സത്യത്തിൽ ഇതിലായിട്ട് ഞാൻ ചത്തിടില്ല, അതെന്തോ ഭാഗ്യമാണ്. ഓക്കെ, ഭാഗ്യം, ഞാൻ ചത്തില്ല. ഓക്കെ, എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഓക്കെ, ചത്തിരുന്നെങ്കിലാ തീർന്നേനെ. ഇവിടെ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ അവന്മാരെങ്ങാനും ഉണ്ടോ എന്തോ എനിക്കറിയത്തില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും ഇവിടെയൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്തായാലും അവന്മാരൊന്നും ഇല്ല. ഓക്കെ, ഞാനാണെങ്കിൽ അവന്മാർ പറയണത് എന്തായാലും ആ ബിൽഡിങ്ങിലൊന്ന് ചെറുതായിട്ടൊന്ന് കേട്ടിരുന്നു. അവന്മാരെന്തോ പൊറോട്ടയോ പിന്നെ മട്ടൻ കറി അങ്ങനെ എന്തോ കഴിക്കാനായിട്ട് അകത്ത് കയറിപ്പോയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ, ഈ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തൊക്കെ. ആ ലെസ്റ്റർ എന്തോ ഉണ്ടാക്കി വെച്ചാണ്. ഓക്കെ, അവന്മാരവിടെ നിന്ന് കഴിക്കട്ടെ, നമുക്കെന്തായാലും വണ്ടി എടുത്തുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡിഫൻഡർ അങ്ങ് എടുക്കാം. ഓക്കെ, അയ്യോ ഈ വണ്ടി ലോക്കാണല്ലോ. ഇനിയിപ്പോൾ എന്ത്, ഈ വണ്ടിയാ അടിപൊളി, ഈ വണ്ടി ലോക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടി നമുക്ക് എടുത്തേ പറ്റുമോ ഗൈസ്? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്കാണെങ്കിൽ പതുക്കെ ഇപ്പോൾ ഈ ഒരു ഡോറുകളൊക്കെ തുറന്ന് ഒന്നും നോക്കണ്ട, നേരെ ഓടിച്ചെന്ന് അവന്മാരുടെ ആ ഒരു റൂമിൽ കയറി ആ ഒരു വണ്ടിയുടെ കീ എടുത്തിട്ട് വരാം. ഓക്കെ, പറ്റുമെങ്കിൽ നമുക്ക് താറിൻ്റെ കീ കൂടെ എടുക്കാനായിട്ട് നോക്കാം. എന്നാൽ ഇതും കൂടെ എടുക്കാം. ഓക്കെ, എന്തായാലും അവന്മാരെന്നെ ഫോളോ ചെയ്ത് എന്തായാലും എൻ്റെ പുറകെ വരാം, അതെന്തായാലും ഉറപ്പാണ്. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും പോയി എടുത്തിട്ടൊക്കെ വരാം. ഓക്കെ, അയ്യോ ഓക്കെ ഗൈസ് നൈസായിട്ട് പണിപ്പാളി. എൻ്റെ മോനൊക്കെ സൗമാരെന്തായാലും എൻ്റെ പുറകെങ്ങളൊക്കെ വരെയാണ്. ഓക്കെ ഗൈസ്, ഇത് ഡിഫൻഡറിൻ്റെ കീ തന്നെയാണ്. ഓക്കെ, എൻ്റെ ആകുമ്പോൾ ആ ഒരു ഫ്രാങ്ക്ലിനാണെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്താണെങ്കിൽ എന്നെ ആണെങ്കിൽ ഫയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് മിസ് ചെയ്യാൻ ചത്തില്ല. ഓക്കെ, എൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു തറയിലാണ് അവൻ ഫയർ ചെയ്തത്. ഓക്കെ, അവൻ്റെ ഉന്നം തെറ്റിപ്പോയി. ഓക്കെ,
എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും അവന്മാർ എന്നെ ഫോളോയിങ് ഒക്കെ ചെയ്യുന്നാലും പറയണം. എന്തായാലും ഞാൻ എന്തായാലും ഈ ഒരു ലെസ്റ്ററിൻ്റെ ഈ ഒരു ഡിഫൻഡറുകളൊക്കെ അടിച്ച് മാറ്റിയിട്ട് എന്തായാലും ഉണ്ടാക്കി. ഇതൊരു കിടില വണ്ടികളൊക്കെയാണ്. ഓക്കെ, എൻ്റെ അമ്പോ ഞാൻ ഒന്ന് റൂമിൽ കയറില്ല, അപ്പോൾ തന്നെ അവൻ എന്നെ കണ്ടു. ഞാൻ ഒരു കീ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം വിട്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മറ്റേ അവർ താറിൻ്റെ കിട്ടിയില്ല. ഓക്കെ, താറിൻ്റെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ പിന്നെ ഒരു പിസ്റ്റൽ കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഉണ്ടോ, നമുക്കാണെങ്കിൽ ഒരു പിസ്റ്റലും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് എന്തായാലും ഇരുന്നാണ്. ഓക്കെ, വേറെ ഗണ്ണൊന്നും കിട്ടില്ല. ഇതെന്താണ് ഹെലികോപ്റ്ററൊക്കെ? അത് വല്ലവൻ്റെ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കെന്തായാലും ഇപ്പോൾ കത്തിച്ച് വിടാം. ഓക്കെ, ഈ വണ്ടിയുടെ ഡോറിടന്ന് തുറന്ന് അടിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ വണ്ടി മാക്സിമം ഡാമേജ് ഉണ്ടാക്കാതെ പോവാം. ഓക്കെ, ഈ വണ്ടി നമുക്കങ്ങ് എടുക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ എല്ലാ വണ്ടിയും പോയി. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ കണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി ഇടിക്കുകയാണ് കിടന്നു. ഓക്കെ, വണ്ടി ഏകദേശം ഡോറൊക്കെ കിടന്ന് തുറക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലോക്ക് വല്ലതും ഡാമേജ് ആയിരിക്കുകയാണ്. എന്തായാലും അവന്മാരെന്നെ ഫോളോ ചെയ്ത് എന്തായാലും വരണുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വലുതായിട്ട് അധികം ദൂരം എന്തായാലും പോകണ്ട. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹൈഡായിട്ട് നിൽക്കാം. മിക്കവാറും അവന്മാരെന്നെ ഫോളോ ചെയ്ത് മിക്കവാറും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അവന്മാർ വണ്ടി എടുത്ത് ഇറങ്ങി കാണുമായിരിക്കും. ഓക്കെ, എൻ്റെ ആമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് എന്തായാലും ഇടാം. ഓക്കെ, എന്തായാലും അവന്മാർ ഇവിടെ വരാൻ എന്തായാലും ചാൻസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തിടാം. ഓക്കെ, എന്തായാലും ഈ ഒരു ലെസ്റ്ററിൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇത് ഏകദേശം പൊളിഞ്ഞ് തവിട് പൊടിയായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അങ്ങ് ഒതുക്കി എന്തായാലും ഇതിൻ്റെ ഇടയിൽ എന്തായാലും കൊണ്ടുവന്നാലും ഇടാം. ഓക്കെ, എൻ്റെ ആകുമ്പോൾ തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരു സീജയുടെ വീടാണ്, അടിപൊളി. അവനങ്ങനെ തന്നെ കാണുന്നത് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇടാം. ഓക്കെ, തൊട്ട് ഫ്രണ്ടിൽ അവൻ്റെ വീടാണ്. ഓക്കെ, പക്ഷെ അവൻ ഇപ്പോൾ അവിടെ താമസിക്കണല്ലോ. ആ വീടെന്തോ മെയിൻ്റനൻസ് ചെയ്ത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യാൻ എന്തോ ചെയ്യണം. ഓക്കെ, അതൊന്നാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും. ഓക്കെ, എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്, അതെന്തായാലും ഭാഗ്യം. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണി പാളി ഗൈസ്. ഇവിടെ ഇപ്പം നല്ല രീതിക്ക് പണി പാളിയൊക്കെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, മറ്റേ ആ ഒരു റേസറും കാര്യങ്ങളൊക്കെ ഇല്ല ഗൈസ്, മറ്റേ ആ ഒരു കാർ റേസറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അയാളെന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേക്കാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും തന്നെ എന്തായാലും ഇല്ല. അപ്പുറത്ത് എന്തായാലും അവനെ ഞാൻ എന്തായാലും നേരത്തെ മുമ്പ് എന്തായാലും ഞാൻ കൊണ്ടിട്ട് ആ ഒരു ഫ്ലാറ്റിൻ്റെ വണ്ടയ്ക്ക് എന്തോ സാധനം വന്ന് വീണൊരു സൗണ്ട് കേട്ടി. എനിക്ക് അപ്പോഴേ ചെറിയ സംശയം തോന്നിയിരുന്നു, വല്ല വന്ന് എടുത്ത് ചാടിയത്. ഓക്കെ, സത്യത്തിൽ അത് സത്യമായിരുന്നു. ഓക്കെ, ഞാൻ ലെസ്റ്ററും കൂടെ അകത്തെന്തായാലും പറോട്ട ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാർ റേസറും ഞാനൊക്കെ പെട്ടെന്ന് ഓടി വന്ന് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ കീ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം വേണ്ടി ഞാനാണ് എൻ്റെ കയ്യിൽ നിന്ന് റോക്ക് ആൻഡ് ലോസർ എടുത്ത് അടിച്ചാണ്. പക്ഷെ അവൻ്റെ തൊട്ടടുത്തുള്ള ടൈൽസിലാണ് കൊണ്ടത്. ഓക്കെ, അങ്ങനെ അവിടെ അത് പൊട്ടി. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, എൻ്റെ തൊട്ടടുത്ത് ഫയർ ചെയ്യാൻ പോയതാവാൻ എന്തായാലും അപ്പുറത്തെത്തി. ഓക്കെ, പിന്നെ ഞാൻ ലെസ്റ്ററും കൂടെ എന്തായാലും ഓടി നേരെ അവനെ പിടിക്കാൻ വന്നതാണ്. പക്ഷേ അവനെ നമുക്ക് എന്തായാലും പിടിക്കാനായിട്ട് പറ്റില്ല. അവൻ അതിന് മുമ്പേ തന്നെ ഓടിക്കളയും. നമ്മുടെ ലെസ്റ്ററിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവൻ പോയിക്കണം. എടാ ലെസ്റ്റർ ഒന്ന് വേഗം ഒന്ന് കയറാ. എടാ സീജ് പെട്ടെന്ന് വണ്ടി ഇടറാ. എൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡറും എടുത്തുകൊണ്ടാണ് അവൻ പോയേക്കണം. എൻ്റെ പുതിയ വണ്ടി കളറൊന്ന് മാറ്റി കൊണ്ടിട്ടതേ ഉള്ളൂ, അപ്പം തന്നെ അവൻ എടുത്തുകൊണ്ട് പോയി. എടാ ലെസ്റ്റർ നീ വിഷമിക്കണടാ, നമുക്ക് എന്തെങ്കിലും വഴി വെച്ച് നോക്കാം. ഓക്കെ, എന്തായാലും അവനെ എന്തായാലും ഞാൻ എന്തായാലും അങ്ങനെ വിടാനായിട്ട് ഞാൻ വിട്ടിട്ടില്ല. അവനെ ഇന്ന് തന്നെ ഞാൻ പിടിക്കും, നോക്കിക്കോ. ഇന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അവനെ ഇപ്പോൾ ഈ സ്പോട്ട് വെച്ചെന്നെ കൊല്ലാനായിട്ടാണ്. എടാ സീജോ, നിൻ്റെ പ്ലാൻ എങ്ങനെയാണോ? അവനെ കൈ കിട്ടി അപ്പം തന്നെ കൊല്ലണം. എടാ നമ്മുടെ കയ്യിലാണെങ്കിൽ ഏതാണ് GPS ട്രാക്കറും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ അവൻ്റെ കയ്യിൽ ഫോണില്ല. അവൻ്റെ ഫോണ് അന്ന് തന്നെ നീ പിടിച്ചു വാങ്ങിച്ച് എൻ്റെ കൈ തന്നില്ല. അവൻ്റെ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കണം. അവൻ ഫോണും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ എടുക്കുമായിരുന്നു. എടാ ലെസ്റ്ററെ, വേറെ ഒരു വഴിയില്ല അങ്ങനെ അവനെ പിടിക്കാനായിട്ട്. എടാ ഒരു വഴിയില്ലടാ സീജ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഒരു പിടിയെന്നല്ല, നമുക്ക് എന്നാലും കത്തിച്ച് വിടാം. അല്ല, ഇപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായ? അവ എടുത്തുകൊണ്ട് പോയത് എൻ്റെ ഡിഫൻഡറല്ലേ? ഭാഗ്യം, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാത്ത ഭാഗ്യം. എടാ പറയട്ടെ, നിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. നിൻ്റെ വണ്ടിയിൽ GPS ട്രാക്കർ ഉണ്ടല്ലോ. എൻ്റെ വണ്ടിയിൽ GPS ട്രാക്കർ ഉണ്ട്. ഞാൻ വണ്ടി എടുത്ത് ഏറ്റവും ആദ്യം വച്ചത് ആ സാധനമാണ്. അപ്പം നമുക്ക് ഈസിയുടെ ഹാക്ക് ചെയ്താൽ മതിയല്ലോ ലെസ്റ്ററെ. അത് തന്നെ, അവനങ്ങനെ എടുത്ത് കളങ്ങി തീർന്ന്. അതും കുഴപ്പമില്ല, ഞാൻ വണ്ടി ഒരു സൈഡിൽ നിർത്തരാം. നീ എന്തായാലും ഒന്നെന്തായാലും ഹാക്ക് ചെയ്ത് കണ്ടുപിടി. എന്നിട്ട് ആ ലൊക്കേഷനുകളൊക്കെ എനിക്കൊന്ന് പറഞ്ഞതാ. ഓക്കെ, ശരി. ഇവിടെ നീ വണ്ടി എടുത്തു, ഞാൻ ഒന്ന് ഹാക്ക് ചെയ്ത് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഒന്ന് ഹാക്ക് ചെയ്ത് നോക്കട്ടെ. മൈ കാറ്. എടാ പെട്ടെന്ന് വാടേ. ആപ്പേ പെട്ടെന്ന് വാടേ. എനിക്ക് ലൊക്കേഷൻ കിട്ടി.
എനിക്ക് സെൻഡ് ചെയ്താ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. എടാ ലെസ്റ്ററെ നീ പിടിച്ചിരുന്നു, ഞാൻ ഇനി റോക്കറ്റ് പോലെയാണ് വിടാൻ പോണേ. അല്ല, ഈ ലൊക്കേഷൻ കാണിക്കണ എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ? ആ അത് തന്നെ, ഈ ലൊക്കേഷൻ കാണിക്കണ നിൻ്റെ വീടിൻ്റെ അടുത്തല്ലേ? നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ടൊക്കെ ഏകദേശം ഒരു വലിയൊരു ഗോഡൗൺ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കാണിക്കണം. എൻ്റെ ചേർത്ത് തന്നെയാണ് കാണിക്കണത്. എടാ നമ്മുടെ റേസറേ, എടാ പ്രൊഫഷണൽ റേസറേ, അവന് സത്യത്തിൽ വണ്ടി ഓടിക്കാനൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എന്നാലും ഞാൻ അവനെ അങ്ങനെയാണ് വിളിക്കണം. ഓക്കെ, എടാ കോന്ത റേസറേ, നീ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷനിൽ ഓടിപ്പോയി ഒളിച്ചിരുന്നെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കുന്നല്ല. അത് തൊട്ടടുത്താണ്. എടാ ലെസ്റ്ററെ, നമ്മൾ എത്തിയടാ ഇന്നത്തോടെ റേസറിൻ്റെ അന്ത്യ. നീ നോയിക്കോടാ ലെസ്റ്ററെ, പിടിച്ചിരുന്നോടാ. വണ്ടി ഞാൻ കറക്കി എടുക്കാനായിട്ട് പോണ്. അയ്യോ, ഇവിടെ ഇപ്പോൾ വണ്ടി മറിഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. എടാ ലെസ്റ്ററെ, ഞാൻ എന്തായാലും വണ്ടി അങ്ങ് തിരിച്ചെടുക്കാനായിട്ടാണ്. ഇന്ന റേസറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുക. അല്ല അവ എവിടെ? അവനെ കാണാനില്ല. എടാ ലൊക്കേഷൻ ഇവിടെയല്ലേ കാണിക്കണേ? ആ ശരിയാണല്ലോ. അല്ല അത് കുറച്ചുകൂടെ ബാക്കിലോട്ടാണ് കാണിക്കണോ? ഷേ നമുക്കൊരു കാര്യം, നമുക്ക് എന്തായാലും ബാക്കിലോട്ട് പോവാം. ശരി ലൊക്കേഷൻ ആദ്യം ഇവിടെയാണ് കാണിക്കുന്നത്, ഇപ്പം ബാക്കിലാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവൻ വണ്ടി എടുത്തോണ്ട് ചിലപ്പോൾ ബാക്കിൽ പോയി കാണും. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എടാ ലെസ്റ്ററെ, നീ പിടിച്ചിരുന്നതാണ്. ഞാൻ ഇപ്പം ഇതിൻ്റെ ചുറ്റിൽ കിടന്ന വണ്ടി അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് നോക്കാനായിട്ടാണ്. ഇന്നത്തോടെ റേസറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. എടാ സീജ, ഇനി പണി പാളിപ്പോയാ എനിക്ക് ഇറങ്ങണം. പക്ഷെ ഞാനാണെങ്കിൽ നോക്കിയ സമയത്ത് ലൊക്കേഷൻ ഇവിടെ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലും കൂടെ പോയി നോക്കാം. അവ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമല്ലോ. നിൽക്കി ഇതിൻ്റെ ഫ്രണ്ടിലും കൂടെ ഞാൻ നോക്കട്ടെ. പക്ഷേ എവിടെയൊന്നും അവനെ കാണില്ല. അവ എവിടെ പോയി ഒളിച്ചിരിക്കണേ? എടാ ലൊക്കേഷൻ മാറിയെന്നില്ലല്ലോ. അവിടെ ഒന്നുമല്ല, ഇവിടെ തന്നെയാണ് കാണിക്കണത്. അല്ലതാ നിന്റെ വണ്ടി എടുക്കണേ. എടാ ഇത് എന്നോടാ എൻ്റെ വണ്ടി അവിടെ കൊണ്ട് ഇടിച്ച് നിർത്തടാ സീജ, നീയാടാ പ്രൊഫഷണൽ ഡ്രൈവർ. എടാ റേസറെ, ഇന്ന് നിന്റെ അന്ത്യോടാ. ലെസ്റ്ററെ ഇറങ്ങി വാടാ. എടാ ആ റേസറിനെ കാണാനില്ല. വണ്ടി എവിടെ കിടക്കണേ? വണ്ടി ലോക്കൊന്നുമല്ല. അവ മുങ്ങിയാ അങ്ങനെ? അവന്താ വണ്ടിയുടെ ബാക്കിയിരിക്കണ്. ഇന്നത്തോടെ അവന്റെ കാര്യത്തിൽ തീർന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു മിഷൻ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയേക്കാണ്. നമ്മളങ്ങനെ അവനെ എന്തായാലും വലിച്ച് അവളങ്ങനെ വെളിയിൽ അടിച്ചെടുത്ത് എറിഞ്ഞ് നമ്മളെ മോന്തൊക്കെ ഇട്ട് 5-6 അടിയെടുത്തു. അവൻ നമ്മളെടുത്തിട്ട് അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്തായാലും അതിൽ നിന്ന് ഒഴിഞ്ഞ് എന്തായാലും മാറണം. അതുകൊണ്ട് അവന് നല്ല ദേഷ്യം വെള്ളമൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല രീതിക്ക് തട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും താറ് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇടിച്ച് നിർത്തി അവനെ പിടിച്ചിട്ടുണ്ട്. വലിച്ചെടുത്ത് അവൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തോടെ ഇവ എന്തായാലും തീരാണ്. അപ്പോൾ ലെസ്റ്ററെ, അങ്ങനെ നമ്മുടെ ചടങ്ങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ എന്താണ് സീജ, നമുക്ക് ഇപ്പം തന്നെ ഇവനങ്ങ് കൊല്ലാം. അപ്പം ഞാൻ എന്തായാലും ഇവനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കണ വെപ്പൺ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഓക്കെ, AK-47 വെച്ചാണ് ഗൈസ് നമ്മളെന്തായാലും ഇവൻ്റെ കൊല്ലാനായിട്ട് എന്തായാലും പോണത്. ഓക്കെ, അപ്പം ലെസ്റ്ററെ, അപ്പം അവസാനത്തെ ടൈം ഇവനാ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, എടാ റേസറെ, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഡോ അങ്ങനെ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റൂല എന്നാ ആര് പറഞ്ഞേ? എടാ ലെസ്റ്ററെ, അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവം അങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ല. പിന്നെ എന്താ സീജോ, നീ ഇപ്പം തന്നെ അവനങ്ങ് കൊല്ലണോ? എടാ റേസറെ, നിൻ്റെ കാര്യം തീർന്നടാ. അയ്യോ എന്നെ അവൻ കൊന്നേ. ഓക്കെ, ഇവൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. ഇവൻ പക്ഷെ ചത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇവൻ എന്തായാലും ചത്തിട്ടുണ്ട്. പക്ഷെ നമുക്കെന്തായാലും ഇവിടെ ഇപ്പം വാണ്ട ലെവലിങ് കയറലൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എടാ ലെസ്റ്ററെ, പെട്ടെന്നൊന്ന് വണ്ടി കയറണം, നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ ഇപ്പം മറ്റേ പോലീസുകാരന്മാരും വരും. ഓക്കെ, അതൊരു സീനാണ്. ഓക്കെ, അത് പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, അവന്മാരുടെ അടുത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോലീസുകാർ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഉറച്ചിട്ടുണ്ട്. അല്ല ലെസ്റ്ററെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, അത് കുഴപ്പമില്ല. എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചിട്ടില്ല, അത് തന്നെ ഭാഗ്യം. അല്ല, നിൻ്റെ വണ്ടി അവന്മാർ ഇനി എങ്ങനെ എടുക്കുമോ? അങ്ങനെ വരാൻ വഴിയില്ല. ഓക്കെ, എൻ്റെ വണ്ടി അവിടെ കിടക്കുകയാണല്ലേ പറയണ പോലെ. ഇതവന്മാർ പേടിയാണ്, അതവന്മാർ എടുക്കുമോ? അവന്മാർ വെടിയൊക്കെയാണല്ലോ വണ്ടിക്കിട്ട്. ഈ പോലീസുകാരന്മാർക്ക് എന്തോണടേ എന്നെ അങ്ങനെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയെന്നല്ല എൻ്റെ ലെസ്റ്ററെ. ഇനി എൻ്റെ വണ്ടി പിടിക്കുമെന്നാണ് എൻ്റെ പേടി. അയ്യോ, അതൊരു കുഴപ്പമാണ് ലെസ്റ്ററെ. പിടിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ അപ്പം തന്നെ വണ്ടി സെൻട്രൽ ലോക്കിട്ട് ഞാൻ ഫുള്ളായിട്ട് പൂട്ടിയാൻ വണ്ടി പൂട്ടിയാൻ വെച്ച്. അയ്യോ, ഇവിടെ ഇപ്പം ഞാൻ വീണ്.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റോറി വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്റ്റോറി വീഡിയോ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ. വെബ് സീരീസ് വീഡിയോ ആണ്. ഓക്കെ, ബൈ.